പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 സെപ്റ്റംബർ മാസം 22-ാം തീയതി ഞായറാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചു. അതിനായിട്ട് കർത്താവിന് കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് സ്തോത്രം പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് നമ്മളെ അനുഗ്രഹിച്ചു. അതിനായിട്ട് നമ്മുടെ കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ആമേൻ. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ ഉണർത്തിയതിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ആമേൻ. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ ഞങ്ങളെ ജയത്തോടെ നടത്തുന്ന ദൈവത്തിന് സ്തോത്രം സ്തോത്രം സ്തോത്രം. നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ അപ്പയ്ക്ക് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങളങ്ങയുടെ നാമത്തെ വാഴ്ത്തുന്നു. അങ്ങ് ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും നന്ദി, അങ്ങ് നടത്തുന്ന വിധങ്ങൾക്ക് നന്ദി, അങ്ങ് പരിപാലിക്കുന്ന വിധങ്ങൾക്ക് നന്ദി. ഞങ്ങളോടുള്ള അങ്ങയുടെ ദയക്കായിട്ട് സ്തോത്രം, അങ്ങയുടെ സ്നേഹത്തിനായിട്ട് സ്തോത്രം, അങ്ങയുടെ പ്രീതി, അങ്ങയുടെ ഫേവർ ഞങ്ങളെ ചുറ്റി നിൽക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ മേൽ തന്നിരിക്കുന്ന പുതിയ കൃപയ്ക്കായിട്ട് നന്ദി, പുതിയ അങ്ങയുടെ കരുണയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ. സങ്കീർത്തനക്കാരൻ 118-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞു, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, കർത്താവ് നല്ലവനല്ലോ, കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളത്. 4-ാം വാക്യം പറഞ്ഞു, കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളതെന്ന് യഹോവ ഭക്തന്മാർ പറയട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം. ഞങ്ങൾ ഒരുമിച്ച് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങയുടെ പൊന്മുഖത്തേക്ക് നോക്കുന്നു. കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ നടത്തിയതിന് ഒരിക്കലൂടെ സ്തോത്രം ചെയ്തു. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഓരോരുത്തരെയും വ്യക്തിപരമായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. താങ്ക് യു ലോർഡ്. താങ്ക് യു ലോർഡ്. വീടിനകത്തു നിന്ന് പുറത്തിറങ്ങാതെ, ആമേൻ, ഭയവും നിരാശയും കാരണം വീടിനകത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ചില പ്രിയപ്പെട്ടവർ ഇന്ന് പകൽക്കാലം യേശുവിൻ നാമത്തിൽ സ്വതന്ത്രമാകട്ടെ. അവർ വീടിനകത്തുനിന്ന് പുറത്തിറങ്ങട്ടെ. അവരുടെ സോഷ്യൽ ലൈഫിലേക്ക് മടങ്ങി വരട്ടെ. അവർ പൊതുപരിപാടികളിലേക്ക് പോകുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ഇടപെടൽ അവിടെ ഉണ്ടാകട്ടെ. ഒരു കാരണവശാലും വീട് വിട്ട് പുറത്തിറങ്ങാതിരിക്കുന്ന പ്രിയപ്പെട്ടവർ ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ ആ കെട്ടുപൊട്ടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആ ബന്ധനം അഴിഞ്ഞ് അവർ പുറത്തു വരുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. നിരാശകളുടെ ആത്മാവ്, ഭയത്തിൻ്റെ ആത്മാവ് യേശുവിൻ നാമത്തിൽ വിട്ടുപോകാൻ കൽപ്പിക്കുന്നു. അതുപോലെ കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ആമേൻ. രോഗത്താൽ ഭാരപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ രോഗത്തിൻ്റെ ബന്ധനങ്ങളും അഴിഞ്ഞു മാറട്ടെ. രോഗത്തിൻ്റെ എല്ലാ ബന്ധനങ്ങളും അഴിഞ്ഞു മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ രോഗശക്തികൾ വിട്ടുമാറട്ടെ. ആമേൻ. രോഗത്തിൻ്റെ കെട്ടുകൾ വിട്ടുമാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ രോഗത്തിൻ്റെ നീണ്ടു നിൽക്കുന്ന രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. നാളുകളായി ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന രോഗങ്ങൾ, ഇതുവരെയും യാതൊരു ശമനവുമില്ലാതെ നാളുകളായി തുടർന്നുകൊണ്ടിരിക്കുന്ന രോഗത്തിൻ്റെ ചില അനുഭവങ്ങൾ ഇപ്പോൾ നസറേനായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. പൂർണ്ണ വിടുതൽ കൊടുത്തിരിക്കുന്നതിന് നന്ദി പറയുന്നു. കുടുംബത്തിൽ ആർക്കും ജോലിയില്ലാതെ ഭാരപ്പെട്ടിരിക്കുന്നവർ, മാസങ്ങളായി, വർഷങ്ങളായി ജോലി നഷ്ടപ്പെട്ട്, എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേലാതെ ഭാരപ്പെട്ടിരിക്കുന്ന ആ കുടുംബത്തിലേക്ക് ഇന്ന് ദൈവത്തിൻ്റെ ഫേവർ ഇറങ്ങട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഇന്ന് കർത്താവിൻ്റെ ഫേവർ, ഈ ഞായറാഴ്ച ദിവസം ദൈവത്തിൻ്റെ ഫേവർ ആ കുടുംബത്തിനകത്തേക്ക് യേശുവിൻ്റെ നാമത്തിൽ ഇറങ്ങി വരട്ടെ. താങ്ക് യു ജീസസ്. താങ്ക് യു ലോർഡ്. താങ്ക് യു ലോർഡ്. താങ്ക് യു ലോർഡ്. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവ് അത്ഭുതങ്ങളെ ചെയ്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് അത്ഭുതങ്ങളെ ചെയ്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ജോലിക്ക് പോകാതെ മടി പിടിച്ച്, സ്കൂളിൽ പോകാതെ, കോളേജിൽ പോകാതെ മടി പിടിച്ചിരിക്കുന്ന ആൺപിള്ളാർ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സ്വതന്ത്രമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആ സ്പിരിറ്റ് ഓഫ് ലേസിനെസ് അവരെ വിട്ടുപോട്ടെ. അവർ ഉത്സാഹമുള്ളവരായി യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. കർത്താവിൻ്റെ വലിയ ഇടപെടൽ ലോകവ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ലോകത്തെമ്പാടും നടക്കുന്ന സഭായോഗത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുക. കർത്താവ് വലിയ പ്രവൃത്തികൾ ഇന്ന് ലോകത്തെമ്പാടും നടക്കുന്നതിന് സ്തോത്രം. പരിശുദ്ധാത്മാവിന് വലിയ ഇടപെടൽ ഉണ്ടാകണം. അഭിഷിക്തന്മാരെ കർത്താവ് അതിശക്തമായി ഉപയോഗിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി. സകല മഹത്വം പുകഴ്ച യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ.
ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവിക കൃപ നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ചു വരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. നാളെ കർത്താവ് അനുവദിച്ചാൽ നാളെ രാത്രി ഇന്ത്യൻ സമയം 9:30 നമ്മുടെ മീറ്റിംഗ് ഉണ്ട്. നിങ്ങൾ ഇന്ന് അതിനു വേണ്ടി പ്രാർത്ഥിക്കുകയും മറ്റുള്ളവരോട് പറയുകയും ചെയ്യണം. അതൊരു സുവിശേഷ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. മീറ്റിങ്ങിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, ഉണർവുണ്ടാകാൻ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ കർത്താവിൻ്റെ വേലയിൽ പങ്കുചേരുന്നതിന് തുല്യമാണ്. ആ മീറ്റിങ്ങിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയുകയും അവരെ ഇൻവൈറ്റ് ചെയ്യുകയും ചെയ്യുന്നതും കർത്താവിൻ്റെ വേലയോടുള്ള ഭാഗമായിട്ട് കാണുക, ചെയ്യുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സങ്കീർത്തനം 46 ആരംഭവാക്യം നമുക്ക് വായിക്കാം. അവിടെ സങ്കീർത്തനക്കാരൻ പറയുക, കോരഹപുത്രന്മാരുടെ സങ്കീർത്തനമാണ്. അവിടെ പറയും, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ കർത്താവ് ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അപ്പം നമുക്ക് അഭയം കണ്ടെത്തുവാനുള്ള സുരക്ഷിതവും ശക്തവുമായ ഒരു സ്ഥലമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. നമുക്ക് സുരക്ഷിതത്വം കണ്ടെത്തുവാനുള്ള ഏത് പ്രശ്നത്തിലും, ഏത് പ്രയാസത്തിലും, ഏത് സാഹചര്യത്തിൻ്റെ നടുവിലും നമുക്ക് പെട്ടെന്ന് ഓടിക്കേറുവാനുള്ള സുരക്ഷിതമായ ശക്തമായ ഒരു സ്ഥലമാണ് കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അയ്യോ ഞാൻ സുരക്ഷിതനല്ല, എനിക്ക് അഭയം ഇല്ല, എനിക്ക് ആശ്രയമില്ല എന്നൊരു തോന്നൽ വേണ്ട. എപ്പോഴും നമുക്ക് ആ വാതിൽ, ക്രിസ്തുവാകുന്ന വാതിൽ നമുക്ക് വേണ്ടി തുറന്നു കിടക്കുകയാണ്. ഏത് സമയത്തും നമുക്ക് ഓടി ആ വാതിലിലൂടെ അകത്ത് കയറുവാൻ കഴിയും. ആമേൻ, സ്തോത്രം. പ്രശ്ന സമയത്ത്, പ്രയാസങ്ങളുടെ സമയത്ത്, ഒറ്റപ്പെടലുകളുടെ സമയത്ത്, ആമേൻ, അയ്യോ ഇനി എന്ത് ചെയ്യും, ജോലി കിട്ടുമോ, ഇനി എന്തായിത്തീരും, അല്ലെങ്കിൽ ഈ കുടുംബജീവിതം ശരിയാകുമോ, അല്ലെങ്കിൽ ആമേൻ ഇത്രയും അധ്വാനമൊക്കെ ചെയ്തിട്ടും ആമേൻ ഒരു കാര്യവും നടക്കുന്നില്ല എന്ന് തോന്നുമ്പോൾ, ആമേൻ എല്ലാവരും അകന്നു പോകുന്നു എന്നൊക്കെ തോന്നുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ തളരരുത്. കർത്താവിൻ്റെ വാതിൽ നമുക്ക് വേണ്ടി തുറക്കപ്പെട്ടിരിക്കുക. ആമേൻ, നമ്മൾ പിന്തിരിഞ്ഞു പോകേണ്ട സമയമല്ല, മറിച്ച് അത്ഭുതകരമായി നമ്മളെ വിടുവിക്കുന്ന, നമ്മളെ രക്ഷിക്കുവാൻ കഴിയുന്ന ആ കർത്താവിൻ്റെ അടുക്കലേക്ക് നിങ്ങൾ ധൈര്യത്തോടെ പ്രവേശിക്കണം. അവനിലേക്ക് ചായണം. അവൻ്റെ ആ ക്രിസ്തുവിലേക്ക് അങ്ങ് പ്രവേശിക്കണം. അപ്പം ഏത് സാഹചര്യത്തിലും പിന്നെ നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങൾ കർത്താവും കൂടെ ഒരുമിച്ചാണ് മുന്നേറുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. എത്ര നിരാശയുടെ അനുഭവത്തിൽ നിങ്ങൾ കഴിയുകയാണെങ്കിൽ, എത്ര ഒരു രീതിയിലും ഒരു ഉന്നമനം അനുഭവിക്കാൻ കഴിയാത്ത അവസ്ഥയാണെങ്കിലും, പ്രശ്നങ്ങൾ കൊണ്ട് ആമേൻ നിറഞ്ഞു നിൽക്കുക, എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേലാ നിൽക്കുകയാണെങ്കിലും, ഇന്ന് കർത്താവിൻ്റെ വചനം മറക്കരുത്. അവൻ നമുക്ക് സങ്കേതവും കോട്ടയും നമ്മുടെ കഷ്ടങ്ങളിൽ, അല്ലെങ്കിൽ ആമേൻ നമുക്ക് എപ്പോഴും നമ്മുടെ അടുത്തുള്ളവൻ, നമ്മുടെ ഏതാവശ്യത്തിലും നമ്മുടെ കൂടെയുള്ളവൻ. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് നമ്മുടെ നടുവിലുണ്ട്, നമ്മുടെ കൂടെയുണ്ട്, നമ്മളെ സഹായിക്കാൻ തയ്യാറായി കൂടെ നിൽപ്പുണ്ട്. അതുകൊണ്ട് നിരാശയല്ല നമുക്ക് വേണ്ടത്, നമുക്ക് പ്രത്യാശയാണ് വേണ്ടത്. ആമേൻ, നമുക്ക് വിശ്വാസം വേണം. എൻ്റെ കൂടെ കർത്താവ് ഉണ്ടല്ലോ, എനിക്ക് ഭയപ്പെടുവാൻ ഒന്നുമില്ലല്ലോ, എൻ്റെ കൂടെ കർത്താവ് ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ നശിച്ചു പോകത്തില്ല, ഞാൻ തളർന്നു പോകത്തില്ല. ഈ കർത്താവ് എന്നെ വിടുവിപ്പാൻ ശക്തനാ, ഈ പ്രശ്നത്തിൽ നിന്ന് എന്നെ വിടുവിപ്പാൻ ശക്തനാ എന്ന ആ തികഞ്ഞ ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ആമേൻ, നമുക്കൊരു ഉറപ്പും നമുക്കൊരു ധൈര്യവും വേണം. ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു, യഹോവ എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയുമാണ്. യേശു എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയുമാണ്. എൻ്റെ ഏത് പ്രശ്നത്തിലും എനിക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന തുണ, എൻ്റെ അടുത്ത് നിൽക്കുന്ന, എൻ്റെ ഉള്ളിലിരിക്കുന്ന, എൻ്റെ കൂടെ നിൽക്കുന്ന, എൻ്റെ കൈ പിടിക്കുന്ന, ആദ്യം എന്നോട് സംസാരിക്കുന്നത് കർത്താവാണ്. ഡാഡി സംസാരിക്കുന്നതിനേക്കാൾ, മമ്മി സംസാരിക്കുന്നതിനേക്കാൾ, സഹോദരങ്ങൾ സംസാരിക്കുന്നതിനേക്കാൾ, പ്രിയപ്പെട്ടവർ, ആമേൻ, കൂട്ടുകാർ, ആത്മീക നേതൃത്വമൊക്കെ സംസാരിക്കുന്നതിനേക്കാൾ മുമ്പ് നമ്മളോട് ആദ്യമേ സംസാരിക്കുന്നത്, ആദ്യമേ നമ്മളെ കാണുന്നത് യേശുവാണ്. അപ്പം ആ ഒരു ബോധത്തോടെ ഏത് സാഹചര്യത്തിലും നിങ്ങൾ ഇന്ന് എവിടെയാണോ അവിടെ നമ്മൾ ആദ്യം യേശുവിനെ കാണണം, കൂടെ നിൽക്കുന്ന യേശുവിനെ കാണണം, ഉള്ളിലിരിക്കുന്ന യേശുവിനെ കാണണം, യേശുവിനോട് മിണ്ടണം, യേശുവിനോട് കാര്യം പറയണം. യേശു നിങ്ങളോട് സംസാരിക്കും. കഷ്ടകാലത്ത് ഏറ്റവും, അല്ലെങ്കിൽ പ്രശ്ന സമയത്ത്, ആവശ്യ സമയത്ത്, പ്രതികൂല സമയത്ത്, അവൻ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും ഏറ്റവും അടുത്തുള്ളത് യേശുവാണ്. നമ്മൾ ചിലപ്പം പറയുന്നത് ഒരാവശ്യത്തിന് ഒരുത്തനെ വിളിച്ചാൽ കിട്ടത്തില്ല, ഒരാവശ്യത്തിന് ഒരുത്തനെ നോക്കിയാൽ കാണത്തില്ല. പക്ഷെ ഏതാവശ്യത്തിനും ഫസ്റ്റിൽ നമ്മുടെ കൂടെ ഉള്ളത് കർത്താവ്. ആ കർത്താവിനെ അങ്ങ് കാണണം, കർത്താവിനെ അങ്ങ് മുറുകെ പിടിക്കണം, കർത്താവിനോട് അങ്ങ് ചേർന്നിരിക്കണം, കർത്താവിലേക്ക് അങ്ങ് ചായണം. എന്നിട്ട് പറഞ്ഞു, അങ്ങൻ്റെ സങ്കേതവും അങ്ങൻ്റെ കോട്ടയും ഈ സമയത്ത് എൻ്റെ സഹായകനും അങ്ങാകിയാൽ അങ്ങേക്ക് നന്ദി പറയുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അങ്ങോട്ട് ജീവിച്ചു നോക്കി എത്ര സന്തോഷമായിരിക്കും എന്നറിയാം. അവിടെ നിരാശപ്പെടരുത് കുഞ്ഞെ, തളരരുത്, ഭയപ്പെടരുത്.
ആമേൻ. ഇന്ന് ക്രിസ്തുവിൽ നിനക്കൊരു ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷമുണ്ട്. ക്രിസ്തുവിൽ നിനക്കൊരു മുന്നേറ്റമുണ്ട്. ക്രിസ്തുവിൽ നീ ജയാളിയായി മുന്നേറുകയാണ്. ഇന്നത്തെ അവസ്ഥകൾ നിങ്ങളുടെ മാറും. നിങ്ങൾ ആ ക്രിസ്തുവിലൊന്ന് ചാരിക്കുക. എന്നിട്ട് ധൈര്യമായിട്ട് ആ കർത്താവിൻ്റെ കൈ പിടിച്ചൊന്ന് നടന്ന് നിശ്ചയമായിട്ടും നിങ്ങളുടെ മുമ്പിൽ ഇതുവരെ അടഞ്ഞ വാതിലുകളിൽ നിന്ന് തുറക്കപ്പെടും. ഇതുവരെ നിങ്ങളെ തള്ളിയവർ നിങ്ങളെ സ്വീകരിച്ച് നിങ്ങളെ മൂലക്കല്ലുകളാക്കി മാറ്റും. ഇതുവരെ ലഭിക്കാത്ത പല നന്മകളും ഇന്ന് മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കും. ആ കർത്താവിൻ്റെ കൈ പിടിച്ച് നടക്കുക കേട്ടോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തു നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീരപ്രവൃത്തികൾ ഇന്ന് നടക്കും. നമ്മളൊരു അത്ഭുതമായി മാറും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ സ്പെഷ്യൽ പ്രീതി, സ്പെഷ്യൽ ഫേവർ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകട്ടെ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.